ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സിലും വീഡിയോയിലൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നു കസിൻ്റെ കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ ആ കസിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ അതിന് ചെറിയ പ്രിപ്പറേഷൻ്റെ ചെറിയൊരു ഭാഗം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും ഒരു കല്യാണം പിറ്റേസ്തേക്ക് പോകാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. കാരണം അത് റെഡിയല്ലേ, ഡ്രസ്സ് റെഡിയല്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. മാത്രമല്ല ഞങ്ങൾക്ക് റിസപ്ഷന് ഇവിടെ വന്ന് മാറാനുള്ള സമയമില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകണം. അപ്പം അതെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. കല്യാണ ദിവസം കുറച്ച് നേരത്തെ റെഡി ആവേണ്ടതുണ്ട്. കാരണം 9 മണിക്കാണ് അവിടെ എത്തണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇന്ന് പാക്ക് ചെയ്ത് ഇടുന്നാലേ നടക്കുള്ളൂ. കാരണം പിറ്റേ ദിവസത്തെ തിക്കുന്നവരൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം 5 പെൺപിള്ളേർ റെഡി ആയിട്ട് വരുമ്പോൾ ടൈം എടുക്കുന്നേ. അപ്പോൾ പിന്നെ ഞങ്ങൾ 4 പേരുടെ ഡ്രസ്സും ഓർണമെൻറ്റ്സും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് രാത്രി ഞങ്ങൾ കിടുന്നത്. ഒരു എടുത്തൊക്കെ ഉണ്ട്. ഞാനും മൈലാഞ്ചി ഇട്ടു. അപ്പറും ഇപ്പറും ഇട്ടു. കല്യാണ പെണ്ണ് ഇപ്പൊ മൈലാഞ്ചി ഇടുന്നോളൂ കേട്ടാ. മാമ സ്റ്റെൻസില യൂസ് ചെയ്യണം. മാമ തന്നെ മൈലാഞ്ചി ഇടുന്നു. ഞങ്ങൾക്ക് അവളാണ് സാധാരണ കല്യാണങ്ങൾക്ക് ഇട്ട് തരാറ്. ഇപ്പൊ അവള് കല്യാണ പെണ്ണാണല്ലോ. എന്നിട്ട് അവള് കുറെ പേർക്ക് ഇട്ട് കൊടുത്തായിരുന്നു. ഞാനാണ് കേട്ടോ ഇതിട്ടത്. ഇതിട്ടത് പോപ്പിയാ. ഇത് 2 പോപ്പി ഇട്ടുന്നതാ. ഹൗസിയ. ആരെങ്കിലും ഇനി മൈലാഞ്ചി ഇട്ടുണ്ടെങ്കിൽ പോപ്പിനെ സമീപിച്ചാൽ മതി. ഇത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പൊ കിടന്നുറങ്ങാം. ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതൊക്കെ. ഇനി ഇതും കൂടി എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കത്. ഇതിന്റെ മൂടി അവിടെ പൂ മേടിച്ചിട്ടുണ്ട് ഞങ്ങള്. പൂ അവിടെ ഇരിക്കുന്നുണ്ട്. സെറ്റാക്കി വെക്കാം. അപ്പോൾ കാലത്ത് തന്നെ ഷഞ്ചിനും മിന്നും കൂടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ നാളായി ഇങ്ങനെ ഒരു കല്യാണം കൂടിയിട്ട്. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാം ചെയ്യാൻ നന്നായി ചെയ്യണം എന്നൊക്കെ. ഞാൻ ഇപ്പോൾ ലെൻസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം. പക്ഷേ എനിക്ക് അങ്ങോട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഹെയർ സ്റ്റൈലൊന്നും ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു തിക്കും തിരക്കുമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരും കൂടി കെട്ടി കൊടുക്കണോ, അങ്ങോട്ട് ചെയ്യണോ ഒക്കെ കൂടിയായിട്ട് ആകെ ഒരു തിക്കും തിരക്കുമായി. അപ്പം ഞങ്ങളിത് റെൻ്റൽ ജ്വല്ലറി മേടിച്ചതാണ് കേട്ടോ. ഞാൻ ഷഞ്ചിന് മേടിച്ചിട്ടുണ്ടായിരുന്നേ മാല. അപ്പോൾ രാമണിയുടെ ഷോളൊന്നും സെറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഈസി ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയൽ തുണിയായിരുന്നു. കാലത്ത് തന്നെ അബ്ചേട്ടൻ പോയിട്ട് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും വാങ്ങിച്ചോണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അബ്ചേട്ടൻ അത് ഞങ്ങൾക്ക് വാരി തന്നായിരുന്നു. കാരണം ആകെ തിക്കും തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും അമ്മയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും ഷഞ്ചിനും പിള്ളേരും കൂടെ ഒരു കാറിലാണ് പോയത്. പിന്നെ അബ്ചേട്ടനും ഞാനും ആദ്യം അബ്ചേട്ടൻ്റെ അമ്മയും ഉണ്ണിക്കുട്ടനും കൂടെ ഞങ്ങളുടെ കാറിലാണ് പോയത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അമ്മയ്ക്ക് ഉണ്ണിക്കുട്ടൻ അവിടെ നിന്ന് തിരിച്ച് വരാമല്ലോ, ബസ്സിൽ വരാമല്ലോ. ഞങ്ങൾക്ക് പിന്നെ റിസപ്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ലേറ്റായി. കാരണം 9 മണിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. ഞാൻ അബ്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അബ്ചേട്ടാ പറപ്പിച്ച് വിട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങിയ സമയത്തിന് ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ കല്യാണ പെണ്ണ്. ഇത് എൻ്റെ മാമൻ്റെ മോളാണ്. ദീഷ്മ എന്നാണ് പേര്. ഞങ്ങൾ പാറു എന്ന് വിളിക്കും. ഇത് നിൽക്കുന്നത് ഞങ്ങളുടെ മാമനാണ് കേട്ടോ. പിന്നെ ഇത് രാഹുൽ, അവളുടെ ഹസ്ബൻഡ്. സാധാരണത്തെക്കാളും കുറച്ചധികം ചടങ്ങുകൾ ഈ കല്യാണത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിന് തുടങ്ങിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ലേറ്റ് ആയതായിരുന്നു. പക്ഷെ ഞങ്ങൾ കെട്ടിന് മുന്നേ അമ്പലത്തിൽ എത്തിയായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാവും ആ സമയം വരെ അതവിടെ ഡിലേ ചെയ്യിച്ചായിരുന്നു. ഞങ്ങൾ ഓടിയിട്ടാണ് കേട്ടോ അമ്പലത്തിൽ കയറിയത്. അബ്ചേട്ടൻ കാറ് പാർക്ക് ചെയ്ത് വന്നാൽ മതി, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഓടിയിട്ടാണ് കേട്ടോ അമ്പലത്തിൽ കയറിയത്. അപ്പോഴേക്കും അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടുന്ന് കുറച്ച് ദൂരത്തുനിന്ന് വരുന്നുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് കേട്ടോ. അമ്പലത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് പിന്നെ ഓഡിറ്റോറിയത്തിലായിരുന്നു ബാക്കിയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അതപ്പോൾ അമ്മയൊക്കെ പഠിച്ചൊരു സ്കൂളുണ്ട്, അവിടെയായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു ഈ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോന്നു. പിന്നെ ഇവിടെയും കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കസിൻസ് ഗ്യാങ്. എൻ്റെ പൊന്നി അലമ്പായിരുന്നു അവിടെ. ഞാൻ കുറേ വീഡിയോസ് എടുക്കാൻ മറന്നേ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഉള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ആ വീഡിയോ എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല. അതാണ് ഇന്ന് സംഭവിച്ചത് കേട്ടോ. ഞാൻ വലിയ എക്സൈറ്റഡ് ആയിരുന്നു ഈ
വീഡിയോ ഒക്കെ നന്നായി വ്ളോഗ് എടുക്കണം, എല്ലാവരും പരിചയപ്പെടുത്തണം എന്നൊക്കെ. പക്ഷെ അതൊന്നും നടന്നില്ലേ. അപ്പോൾ അതേ വീണ്ടും തുളസിമാലയാണ് അമ്പലത്തിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ താമരമാലയൊക്കെ ഇട്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രണ്ടാളെയും കാണാൻ. പിന്നെ സ്റ്റേജും എല്ലാം കൂടി ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. കസിൻസും പാറുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് കേട്ടോ ആ ഇരിക്കുന്ന താലങ്ങളൊക്കെ കൊണ്ടുവന്നത്. അവൻ വീഡിയോ കിട്ടിയില്ല, ഞാൻ എടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തെ അയ്യോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ പിന്നെ ഞാനും അമ്മയും പിള്ളേരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അബ്ജേട്ടൻ അമ്പലത്തിന് വേറെ എവിടേക്കോ പോയേക്കായിരുന്നു. പിന്നെ വിശന്നപ്പോൾ പിന്നെ നമ്മൾ കാത്തൊന്നും നിന്നില്ല കേട്ടോ. ഞാൻ വിളിച്ചായിരുന്നു, അപ്പോൾ പുറത്താണ്, നീ കഴിച്ചോ എന്ന് പറഞ്ഞു. പിന്നെ ചൂടും വെയിലും എല്ലാം കൂടിയായിട്ട് പിന്നെ ധാവണിയും ഒക്കെ കൂടിയായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നേ. പക്ഷെ നമ്മളത് വിട്ട് കളയില്ലല്ലോ. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കല്യാണത്തിൽ നമുക്ക് മാക്സിമം അടിച്ച് പൊളിക്കണം എന്നല്ല നമ്മളെല്ലാവരും ചിന്തിക്കുള്ളൂ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫാൻ്റെ ചോട്ടിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞിങ്ങനെ എല്ലാവരുടെ അടുത്തും കൂടെ പോയി നടക്കുന്നുണ്ടേ. അവൾക്കൊരു പരിചയക്കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിള്ളേരൊക്കെ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട് കല്യാണത്തിന്. അപ്പം മിന്നു ഫോട്ടോഗ്രാഫിൻ്റെ പിന്നാലെ നടക്കാൻ എനിക്ക് ഫോട്ടോ എടുത്തായോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. ഹരി ഉണ്ടായിരുന്നു, ക്യാമറയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പാറുവിൻ്റെ കസിനാണ്. അപ്പോൾ അവൻ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ ഞങ്ങൾക്ക് ഫോട്ടോസ് കയ്യിൽ കിട്ടിയിട്ടില്ല. അവൻ കുറച്ച് നല്ല ചൂടെടുക്കുന്നുണ്ട്, നല്ല വെള്ളം ദാഹമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മോരും വെള്ളമൊക്കെ പോയിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഞാൻ ലെൻസ് വെച്ചുള്ളത് എങ്ങനെയുണ്ട്, എനിക്ക് ചേരുന്നുണ്ട്. ലെൻസ് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ ഞാൻ ഗോവയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ലെൻസ് വെച്ചാൽ മുകളിൽ മാത്രം ഒന്ന് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കാറുള്ളൂ. കല്യാണം ആയതുകൊണ്ട് താഴേക്ക് എഴുതി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. വേറെ കളർ ഇനി ട്രൈ. ചേട്ടൻ്റെ ഉണ്ണിയാണ് കേട്ടോ. ഇവൻ ഫുൾ ടൈം ഉറക്കായിരുന്നു. പിന്നെ ചൂടല്ല, ഞങ്ങൾ ആരും ശല്യപ്പെടുത്താനൊന്നും പോയില്ല. അവൻ്റെ ഫാൻ്റെ സൈഡിൽ ഇരുത്തിയിട്ട് ചേച്ചിയോ അവനെ ഉറക്കായിരുന്നേ. പിന്നെ ഒന്ന് കണ്ണ് തന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയി എടുത്ത് മാറി പിള്ളേരൊക്കെ എടുത്തു. പക്ഷെ എനിക്കെന്തോ പിള്ളേരെ ഡിസ്റ്റർബ് ചെയ്യാൻ താല്പര്യം. സിമ്മൊക്കെ ബീഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ല. അവർ നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കാനല്ലേ ഇപ്പം ഇഷ്ടം ഉണ്ടാവുള്ളൂ അവർക്ക്. അങ്ങനെ പിന്നെ എല്ലാവരും വട്ടത്തിൽ ഉണ്ണേരാണെങ്കിൽ മത്സരമായിരുന്നു. ഉണ്ണീനെ മടിയിലിരുത്തി തായോ എന്ന് പറഞ്ഞിട്ട് അവന് ഇങ്ങനെ കിടന്ന് ഞെളിവിരി കൊള്ളുന്നുണ്ട്. അവന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു, ഇങ്ങനത്തെ ചൂടും അല്ലേ അതുകൊണ്ട്. അപ്പോൾ ദേ അബ്ചേട്ടൻ വന്ന് എവിടെ പോയിണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല. ആള് വന്ന് ദേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിപ്പായി. അങ്ങനെ പിന്നെ ഞങ്ങളൊരു കുഞ്ഞ് റീലൊക്കെ എടുത്തായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഒരു റീൽ എടുക്കുമ്പോൾ നമുക്ക് അപ്പോൾ എടുക്കുമ്പോൾ ഒരു സന്തോഷം, പിന്നീട് അത് കാണുമ്പോഴും സന്തോഷം, രസമല്ലേ. ഇതൊക്കെ ഒരു ഓർമ്മ. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മറന്നു പോകും. പക്ഷെ ഇങ്ങനത്തെ ഒരു വീഡിയോസും അല്ലെങ്കിൽ പിന്നെ ഈ വ്ളോഗും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു മെമ്മറി അല്ലേ. നല്ല മെമ്മറിയാണ് കേട്ടോ. ഞാൻ ഇപ്പം മുന്നേ ചെയ്തുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളിങ്ങനെയൊക്കെ ചെയ്തിരുന്നല്ലോ, നമ്മളിങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ നോക്കുമ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഫീൽ എന്താന്ന്. അങ്ങനെ പിന്നെ റിസപ്ഷന് പോവാണേ ബസ്സിൽ. അപ്പോൾ അഭിചേട്ടൻ പറഞ്ഞായിരുന്നു നമുക്ക് അവിടെ നിന്ന് കാറിൽ പോവാം, അപ്പോൾ അവിടെ നിന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് നേരെ വീട്ടിൽ പോകാമെന്നൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ല, കസിൻസാണ്, വൈബ് പോകുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബസ്സിൽ നിന്ന് നല്ല ഡാൻസ് ആയിരുന്നു. കൂടെ ചൂടും, ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എളുപ്പമല്ലേ. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു. കളിക്കുമ്പോൾ നമ്മുടെ ബോഡി ഹീറ്റ് ആവുന്നുണ്ട്, അതിൻ്റെ ചൂടുണ്ട്, മൊത്തത്തിലുള്ള ചൂടുണ്ട്. അങ്ങനെ പിന്നെ ഓഡിറ്റോറിയത്തിൽ പോയി. ആ ഓഡിറ്റോറിയം നല്ല ഈസി ആയിരുന്നു, അതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല ഫംഗ്ഷൻ ആയിരുന്നേ. ഇതേ പാറും ചെക്കനൊക്കെ നിൽക്കുന്നു. അല്ലാതെ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നതെങ്കിലും ഒരു സമയം ഇപ്പം ഞാനും ആദ്യമൊക്കെ സൈഡായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടോ. അവന് വയ്യാണ്ടായിണ്ടായിരുന്നു. ആദ്യക്ക് ചെറുതായിട്ട് ഒരു ജലദോഷത്തിൻ്റെ ഇതും ഒക്കെ ഉണ്ടായിരുന്നു. വെയിലത്ത് കിടന്ന് നടന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ദേ കുഞ്ഞും ഹരിയും അവരൊക്കെ ഒരു സെറ്റായിട്ടാട്ടോ നടന്നിരുന്നേ. അതുകൊണ്ട് പിള്ളേരെ കൊണ്ട് വലിയ ശല്യമൊന്നും വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്തില്ല, മറന്നുപോയി. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നു കേട്ടോ. ടൗണിലാണെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. എല്ലാം കൂടിയിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അത് വീട്ടിലെത്തി. കാരണം ചൂടെടുത്തിട്ടേ നമുക്കത് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ചൂടായിരുന്നു അന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കസിൻ്റെയും കൂടി കല്യാണം ഇതോടുകൂടെ കഴിഞ്ഞു. ഇനി അധികം പേരില്ല, എണ്ണങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ ഇങ്ങനത്തെ ഫാമിലി മൊമെൻറ്റ്സിൻ്റെയും ചാൻസുകൾ കുറയാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.